ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആവേശത്തിലാണ് ഇവര് രണ്ടാളും ഓടിയെത്തിയതല്ല സ്കൂട്ടറിൽ വന്നതോ വെറും കൈയോടെയല്ല, രക്ഷാപ്രവർത്തനത്തിനുള്ള ടൂൾസും കരുതിയിട്ടാണ് ഇവരെത്തിയത്. ഒന്നാം പക്കം സംസാരിക്കാൻ ഒന്നും നിൽക്കാതെ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. അല്പനേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ മരത്തിന് മുകളിൽ വലയിൽ കെട്ടിക്കുടുങ്ങിയ വവ്വാലിനെ താഴെ ഇറക്കി. കെട്ടിക്കുടുങ്ങിയ ഓരോ വലയും വവ്വാലിന് പരിക്ക് പറ്റാതെ സൂക്ഷ്മതയോടുകൂടി കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള സൂക്ഷ്മത പോലെ തന്നെ സ്വന്തം ജീവന് ഭീഷണിയാവാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും വവ്വാല് ഫ്രീ ആയ സന്തോഷത്തിൽ വവ്വാല് തുള്ളിച്ചാടി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഓടിപ്പോകുന്ന വവ്വാലിനെ തൂക്കിയെടുത്ത് തൊട്ടടുത്തുള്ള മരത്തിൽ വെച്ചു കൊടുത്ത്. കാരണം വവ്വാലിന് രാവിലെ കണ്ണ് കാണൂലല്ലോ. വെച്ചു കൊടുത്ത മരത്തുമ്മൽ തപ്പിപ്പിടിച്ച് വവ്വാല് മേലോട്ട് കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സംഭവം വവ്വാൽ ഇപ്പൊ ഒരു വില്ലൻ ആണെങ്കിലും കുടുങ്ങിക്കെടുക്കുമ്പോ രക്ഷപ്പെടുത്തൽ നമ്മളെ കടമല്ലേ. ഓരോ ജീവനും വിലപ്പെട്ടതാണല്ലോ. രാത്രിയാവുമ്പോ കൂടും തേടി പറന്നു പോവാതിരിക്കാനുള്ള പരിക്കുകളൊന്നും വവ്വാലിന് ഇല്ല എന്നുള്ളത് മനസ്സിലായപ്പം ഒരു മനസ്സുഖം. രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് കൈയും ടൂൾസൊക്കെ നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്ത് പാക്ക് ചെയ്ത് ആശാൻ മടങ്ങുകയാണ്. ആശാന്റെ നമ്പർ ചോദിച്ച് ഞാൻ ആരും കമന്റ് ചെയ്യണ്ട കേട്ടോ, മൂപ്പർക്ക് ഇതല്ല പരിപാടി. പക്ഷെ ഒരു ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞാല് കൂടെ കട്ടക്ക് ഒപ്പുണ്ടാവും. എന്നാ ശരി, ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.